ദേവിയേ, ബുധൻ, ശനി, ശുക്രൻ. ചേരില്ല, ഒട്ടും ചേരില്ല. തിരുമേനി, ഈ ബന്ധത്തിൽ എങ്ങനെയെങ്കിലും അവനെ ഒഴിവാക്കി തരണം. ഞാനാണെങ്കിൽ എംപിയുടെ മോനോട്ട് കല്യാണം ഉറപ്പിച്ചതാ. അപ്പോഴാണ് ഈ കുരിപ്പ് ഈ ഒരു ബന്ധം കൊണ്ടുവന്നത്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ഐ ശിവ ശിവ, നാം എന്തായി കേൾക്കണത്? എന്തിട്ടാ കുട്ടിയെ കാട്ടണത്? ഇങ്ങനെയൊക്കെ പാടുണ്ടോ? പിതാവിനല്ലേ ഇതൊക്കെ നാണക്കേട്? അല്ലെങ്കിലും തീരെ ചേരില്ല, ഈ ബന്ധം തീരെ ചേരില്ല. പിതാവിന് മൃത്യു വരെ സംഭവിക്കുന്നേ. തറവാട് കുളം തോണ്ടും, അങ്ങനെയാ കാട്ടണേ. ആ ചെക്കൻ ഒട്ടും ചേരില്ല. വഷളൻ, എഫ്യൻ. ഇയാൾ എന്തിട്ടാ കുറെ നേരം അടിച്ച് പറയുന്നേ? സ്വർണ്ണ അലർജിയാ, അതാ കാര്യം. എന്നാ ഊരി വെച്ചിട്ട് പോയേ. എന്നാലും ചോദിക്കുക, എന്താ കക്ഷിയുടെ നാമം? രാഹുൽ. രാഹുൽ. എന്താ നാള്? പുണർത്തം. പുണർത്തം. ശ്രീരാമന്റെ നാളാണല്ലോ. എന്തിയോ കക്ഷി? അച്ഛനെ സഹായിക്കുന്നു. അച്ഛനെ സഹായിക്കുന്നു. എവിടെ പുള്ളിയുടെ തറവാട്? ഇവിടെയൊക്കെ തന്നെ. കോടീശ്വരനായ ബിസിനസ്സുകാരൻ എംപിയുടെ മകനുമായിട്ട് മോളെ കെട്ടിച്ചിടാൻ നിൽക്കുന്നു. എന്തായാലും നല്ല കോടികൾ കാണും. പൂത്ത കാശ്. ശിവ ശിവ ദേവിയേ, നീ പറയണം. ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സ് നമ്മൾ പറഞ്ഞാലൊന്നും അങ്ങോട്ട് മാറണമില്ല. ഐ ഇത് ചേരുന്നേ, നല്ല ബന്ധമെന്നേ. പോറ്റി അത് പറ്റൂല. കാരണം എംപിക്ക് വാക്ക് കൊടുത്തതാ അവരെ മോനെ കടിച്ചു കൊടുക്കാന്ന്. പോറ്റി എങ്ങനെ ഇതിനെ ഒഴിച്ചു തരാൻ പറ്റുമെങ്കിൽ ഒഴിച്ചാ. ഐ അത് പറ്റില്ല, ഇത് നല്ല ബന്ധമെന്നേ. ഇതുപോലെ നല്ലൊരു പയ്യനെ എനിക്ക് കിട്ടാനില്ല. അതെങ്ങനെ പോറ്റിക്കറിയാം? ഐ എന്റെ മകനാന്നേ, എനിക്കറിയാലോ അവനെ കുറിച്ച്. ഇതാണ് നീ സ്നേഹിച്ച പയ്യൻ? ഇതാണോ നീ പറഞ്ഞ രാഹുല്? ഈ വാണൊക്കെ പയ്യനെ കിട്ടിയുള്ളൂ. ശിവ ശിവ എന്താ കാട്ടണേ? അവിടെ ഇരുത്തുക. തറവാട്ടിന് കേടാന്നേ, അവിടെ ഇരുത്തുക. നിന്റെ പെണ്ണെ കൊണ്ടുപോന്നേ, എങ്ങനെ വിളിച്ചിട്ട് വാടാ. എന്തോ കാട്ടണേ? ആ കുട്ടിയെ വിടറാ. കുട്ടിയെ വിടറാ. നമ്മളെ ബന്ധം അച്ഛൻ വീട്ടിൽ പൊക്കി. എനിക്കെല്ലാം തുറന്ന് പറയേണ്ടി വന്നു. നാളെ അച്ഛൻ ചേട്ടനെ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാണണമെന്നാ? എന്തായാലും നമ്മൾ കിട്ടാൻ തീരുമാനിച്ചല്ലേ, കാണാം, കുഴപ്പമില്ല, കണ്ടേക്കാം. അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും, അതിനെന്തോന്ന് പറയും? എന്തോന്ന് പറയണം? അച്ഛൻ എവിടെ വെച്ച് കണ്ടെന്ന് ചോദിക്കും, അപ്പൊ എന്തോന്ന് പറയും? ബസ് സ്റ്റാൻഡില്. അയ്യോ അങ്ങനെ പറയരുത്, എന്റെ വില പോവും. പിന്നെ ഞാൻ എന്ത് പറയണം? ഓഫീസിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടു, ആദ്യം പ്രപ്പോസ് ചെയ്ത ആരെന്ന് ചോദിച്ചാ എന്തോന്ന് പറയും? അത് നീയല്ലേ? അങ്ങനെ പറയരുത്, എങ്കിൽ എന്റെ വില പോവും. അപ്പൊ ഞാനൊന്ന് പറയണം? അത് നിങ്ങൾ എന്നെ പറയാൻ നടന്ന് ഞാൻ സമ്മതിച്ചെന്ന് പറയണം. പറയാം 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 പറയാം. നമ്മൾ ഈ റിലേഷനിലായി എത്ര വർഷമായെന്ന് അച്ഛൻ ചോദിച്ചാൽ എന്ത് പറയും? അതിപ്പോ 4 വർഷമായില്ലേ? 4 വർഷമായെന്ന് പറയാം. അങ്ങനെ പറയരുത്, എങ്കിൽ എന്റെ വില പോവും. 1 വർഷം, 2 വർഷം. 2 വർഷം ഫിക്സ്, 2 വർഷം. പിന്നെ അവിടെ എന്റെ കസിൻസ് ഒക്കെ ഉണ്ട്, അവർ ചോദിക്കും നമ്മൾ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും, അപ്പൊ എന്ത് പറയും? എന്ത് പറയണം? ഒന്നും നടന്നിട്ടില്ലെന്ന് പറയാവൂ. അങ്ങനെ പറഞ്ഞാൽ അവരെന്നെ തെറ്റിയിരിക്കൂലേ? എന്തിന്? നമ്മൾ തമ്മിൽ 2 വർഷമായിട്ടൊന്നും നടന്നില്ലെന്ന് പറഞ്ഞാ ഞാൻ ഒരു മുന്നേന്ന് വിചാരിക്കില്ല അവര്. ആന്റി, എന്റെ കല്യാണം ആയിട്ടെ. ഓ നിനക്കും കല്യാണം ആയോ? അലക്സ് ഇല്ലേ? ഉണ്ട്. അലക്സ് പറഞ്ഞേക്കണേ. പറയാം. മാമന്റെ അടുത്ത് കൂടെ പറഞ്ഞേക്കണേ. വരണം. എല്ലാരും വരാം. ശരി. ഇരിക്കില്ലേ? ഇല്ല, പോണം, ഇനി ഒരു അടുത്ത് പോണം. ശരി, എല്ലാവരും വേഗം പറഞ്ഞേ. പറയാം. ആരമ്മ? നീ ഫോണ് കുത്തി ഇരുന്നോ? നിനക്ക് ഫോണ് കുത്താനേ അറിയാവൂ. നിനക്ക് മുമ്പുള്ളവരെല്ലാരും പെണ്ണും കെട്ടി കല്യാണങ്ങളും ആയി എല്ലാം ചെയ്തു. കിട്ടണ്ടേ അമ്മ? നീ നോക്കണം. ഞാൻ നോക്കണുണ്ട്, ഒന്നും സെറ്റ് ആവണില്ല. പറ്റിയൊരെണ്ണത്തിന് കിട്ടിയ ഇപ്പൊ ഞാൻ കെട്ടും, അതാണ് എന്റെ അവസ്ഥ. നീ പുറത്തൊക്കെ പോണേല്ലേ? നിനക്ക് ഒന്നിനെ വിളിച്ചോണ്ട് ഒന്നുവിടെ ആണെങ്കിലും ഒന്നിനെ. അങ്ങനെ വഴിയെ കാണുന്നതിനെ വിളിച്ചാ വരുവോ? ഇതൊക്കെ ഏത് കാലത്തമ്മ നിങ്ങളൊക്കെ ജീവിക്കണത്? അല്ല ഗിരിജാമ്മ, ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ. അതെ, ഇങ്ങോട്ട് വാ. അതെ, നിങ്ങൾക്ക് ഒരു 4 ആങ്ങളമാരില്ലായിരുന്ന? 4 ആങ്ങളമാർക്ക് 3 പെൺമക്കൾ വെച്ചില്ലേ? 12 പേരില്ലേ മൊത്തം? അതിൽ ഒരെണ്ണത്തിന് കെട്ടണമെന്ന് എന്റെ അടുത്ത് ചോദിച്ചാ നിങ്ങൾ ആങ്ങളമാരാ? ഇല്ല. ഇപ്പൊ എല്ലാരും കൂടെ പറയണേ ഞാൻ കെട്ടണമെന്ന് കുറ്റം പറയണം. ഒരു മുറപ്പെണ്ണെ കെട്ടി തന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുമായിരുന്ന? നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിന് അവളെ കെട്ടിയമാർക്ക് ജോലികളുണ്ട്. നിനക്ക് എന്തൊരു എന്നിട്ട് കെട്ടി ചായ്ക്കോ നിന്റെ കൂടി? ചേട്ടാ, ഇന്ന് അപ്പുവിന്റെ ബർത്ത്ഡേ ആണോ? അവൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? നമ്മളെ കല്യാണത്തിന് ചേച്ചി ബ്രേസ്ലെറ്റ് ആണ് തന്നത്. അവരെ മോന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? ഇന്ന് രാത്രി 9 മണിക്കാണ് ഫംഗ്ഷൻ. നമുക്കൊരു 8 മണിയൊക്കെ ആകുമ്പോ പോവാം. ഇന്ന് പറ്റൂലടി.
എന്ത് വൈകിട്ട് വിഷ്ണു ഇല്ലേ, അവൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോകണം. നിങ്ങൾക്ക് എപ്പോഴും ഫ്രണ്ട്സേ ഉള്ളൂ. എന്ത് കാര്യത്തിനും ഫ്രണ്ട്സ്. എന്റെ കാര്യത്തിനും എന്റെ കുടുംബക്കാരുടെ കാര്യത്തിനും നിങ്ങളില്ല. എടി, നീ വരുന്നതിന് മുമ്പ് എനിക്ക് അവന്മാരെ ഉണ്ടായിരുന്നു. ശരി, എനിക്കിന്ന് വൈകുന്നേരം 5 ലക്ഷം രൂപ. മീനു, ഈ പറമ്പൊക്കെ ഉണ്ടല്ലോ, ഞാനും എൻ്റെ കൂട്ടുകാരുമായിട്ട് ഫുള്ള് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പൊ കാട് കയറി കിടക്കണം. നീ ഒരു കാര്യം ചെയ്യും, അവിടെ നമ്മാട്ടി ഇരിപ്പുണ്ട്, എടുത്ത് ഒന്ന് വെട്ടി ലെവൽ ചെയ്യും. ഞാനാ? എനിക്കങ്ങനെ വയ്യ. മീനു വാ, ദാ നെട്ട തെങ്ങ് ഉണ്ടോ, അതിൽ നിറയെ കരിക്കരിപ്പുണ്ട്. നേരത്തെ ആണെങ്കിൽ ഇത് ബിനീഷ് വന്ന് അടക്കുമായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അവരെ വിളിക്കാൻ പറ്റില്ലല്ലോ, നീ ഒന്ന് കയറി അടക്കുവോ? അതെ, ഒരു ചെറിയൊരു കേസുണ്ട്, പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം, വരുമോ? അതെ, നിന്റെ വീട്ടിൽ കുറച്ച് മരം മുറിച്ചിട്ടിരിക്കണം, ഒന്ന് പോയി എടുത്തിട്ട് വരുമോ? നേരത്തെ ആണെങ്കിൽ അവന്മാരാണ് അത് ചെയ്യണത്. നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിക്കാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യും. ആളെ വിട് സാമി. ഇപ്പൊ മനസ്സിലായ ഫ്രണ്ട്സ് എന്താണെന്ന്? സമ്മതിച്ചളിയാ, കൊള്ളാവോ? നല്ല കാർ, സൂപ്പർ കാർ അളിയാ. ഇഷ്ടപ്പെട്ടാ? അളിയെ ഞാൻ സമ്മതിച്ചു, അടിപൊളി കാർ. കൊള്ളാല്ലേ? ഇവിടെ കണ്ട ആകാശമൊക്കെ കാണാം. നമ്മളെ ഹിന്ദി സിനിമയിലൊക്കെ ഉള്ള പോലെ ഷാരുഖ് ഖാൻ ദിൽ ഗോ പാഗൽ ഹേ പാടിക്കൊണ്ടുപോവാ. സെറ്റ് അളിയാ. നമുക്ക് ഇതൊക്കെ സ്വപ്നം മാത്രമേ ഉള്ളൂ അളിയാ. കാറൊക്കെ ഒരു അഭിമാനമല്ലേ അളിയാ? നീ പറഞ്ഞ ഇടറാ അളിയെ ജീവിക്കാൻ പോലും നിവൃത്തിയില്ല. എൻ്റെ ഈ ജന്മത്തിൽ എനിക്കൊരു കാർ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അത്യാവശ്യം വന്നാൽ പോലും നമുക്ക് എന്ത് പറയാനാ, ഒരു കാറൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു ആശുപത്രി കേസ് വന്നാലും നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇത് നടക്കില്ല, നമ്മളെ കൊണ്ട് കൂട്ടേ കൂടുതൽ അളിയാ. അളിയാ, ഇന്ന് എൻ്റെ ഏറ്റവും കൂടുതലുള്ള എന്താണെന്നറിയോ? പണം. അളിയ ഒരു കാര്യം ചെയ്യും, നീ ജീവിതത്തിൽ കാർ വാങ്ങാൻ പറ്റില്ലെന്നല്ലേ പറയുന്നത്? ശരി അളിയാ, ഈ കാർ നീ വെച്ചോ. നീ വെച്ചോ. എടാ, എൻ്റെ ഇന്ന് ഏറ്റവും കൂടുതലുള്ള പണമാണ്. ഞാൻ വിചാരിച്ച എത്ര കാർ വേണേലും വാങ്ങാൻ പറ്റും. നീ വെച്ചോ. വെച്ചോളിയാ, നീ പിടി. പിടി, എനിക്ക് കുഴപ്പമില്ല, ഞാൻ വേറെ കാർ വാങ്ങിച്ചോളാം. നീ വെച്ചോ. പിടിയളിയാ, ഇത് പിടിയളിയാ, പിടിയളിയാ. അളിയ പിടിയളിയാ, പിടിയളിയാ, പിടിയളിയാ. അളിയ പിടിയളിയാ, പിടിയളിയാ. അളിയ പിടിയളിയാ, പിടിയളിയാ, പിടിയളിയാ. നീ എടുത്തോളിയാ, കൊണ്ടുപോളിയാ. എങ്ങോട്ട് കൊണ്ടുപോവാൻ? നീ എടുത്തോ. എടാ മഹാഭാവി, നിനക്ക് ഞാൻ വണ്ടിയുടെ താക്കോൽ വരെ തന്നില്ലേടാ, എന്നിട്ട് കൊണ്ട് കുഴിയിട്ടാടാ പട്ടി. മനുഷ്യ അങ്ങോട്ട് കാറെവിടെ? കാറെവിടെ? ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം കാറ്. നിങ്ങളെ ഇന്ന് വീടിന്റെ വാടക കൊടുക്കേണ്ട ദിവസം എന്നാ നിങ്ങളെ കാറ് തേങ്ങ. ഒന്ന് രണ്ട് മൂന്ന്. പറ്റൂല പറ്റൂല. കഴിഞ്ഞ ആഴ്ച പെണ്ണ് കാണാൻ പോയപ്പം ഈ കുട വേറെ കാരണമാണ് ആ പെണ്ണ് വേണ്ടെന്ന് വെച്ചത്. ഹലോ, എണീര്. അടുത്തിനി പെണ്ണ് കാണാൻ പോകുമ്പോ 6 പാക്ക് പോയിട്ടാണ് പോവാൻ. കുറച്ചും കൂടെ എളുപ്പമുള്ള എന്തെങ്കിലും ചെയ്താലേ? പറ്റൂല, ചെയ്. ഇന്ന് മുതൽ കട്ട ഡയറ്റ്. പാല്, പഴം, മുട്ട, പച്ചക്കറി, ഇത്രയേ ഉള്ളൂ. പാല് പറഞ്ഞല്ല, ഏത് പാലാ? ആട്ടും പാലാണോ അതാ പശുവും പാലാണോ? പശുവും പാല്. മുട്ട കഴിക്കാന്ന് പറഞ്ഞല്ല, കോഴിമുട്ടയാണോ അതോ താറാമുട്ടയാണോ അതോ കാടമുട്ടയാണോ? കോഴിമുട്ട. കോഴിമുട്ടയാണെങ്കിൽ ഓക്കെ, ഞാൻ സെറ്റാണ്. ഒരു ദിവസത്തെ നമ്മൾ ചോദിക്കാം. അത് കണക്കിനുള്ളത് ഞാൻ തരാം. ഈ പഴം എന്ന് പറയുമ്പോഴേ ഏത് പഴമാണ്? മോറീസ് ആണോ അതോ ഏത്തമ്പഴമാണോ അതോ രസകളിയാണോ? മോറീസ്. നീ എന്തോന്ന് വിളിക്കുന്ന? ഹോർലിക്സ്. ഹോർലിക്സാ? എനിക്കുള്ള തരുവോ? പിച്ചുനൂട്ടന് ക്ഷീണമാവാം. പിന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, നിനക്കറിയാലോ എനിക്കിപ്പോൾ കഷ്ടപ്പെട്ട് ഇപ്പോഴാണ് ഒരു PSC ജോലി കിട്ടിയത്. PSC പഠിച്ചൊരു ഗവൺമെൻറ് ജോലി വാങ്ങിച്ചിട്ട് കല്യാണം കഴിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്തായിപ്പോയി. അതുകൊണ്ട് ഇത്രയും വൈകി. ഒരു ഗവൺമെൻറ് ജോലി കിട്ടി വീടൊക്കെ വെച്ചൊന്ന് സെറ്റിലായപ്പോൾ വയസ്സ് 36 ഇനിയിപ്പോൾ ഒരു പെണ്ണ് കാണാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും സെറ്റായി വരാൻ വർഷങ്ങളെടുക്കും. നിനക്കറിയാലോ, ആകെപ്പാടെ എനിക്കൊരു ബെസ്റ്റ് എന്നും ഫ്രണ്ടെന്നും പറഞ്ഞുള്ളത് നീയാണ്. പേടിയുണ്ട് പറയാൻ, എന്നാലും ആലോചിച്ചപ്പോൾ നിന്നെപ്പോലെ ഒരാളെ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് അയ്യേ, ഞാൻ നിങ്ങളങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഞാൻ ഇനി അവിടെ പോയി കണ്ടിട്ടാണ്. കിളവ, നിങ്ങൾക്ക് എന്റെ അച്ഛന്റെ പ്രായമുണ്ട്.
പാവം എന്ന് കരുതിയാണ് ഞങ്ങളെന്ന് വിളിക്കാത്തത്. അങ്കിളാ ജസ്റ്റ് 36 അടി, അത്രേ ഉള്ളൂ. 36 എത്ര വർഷം മുമ്പ്? എടി എനിക്ക് 36 ഉള്ളൂ. 36 മനസ്സിലാക്ക്. കിളവനാണ് പൂവുള്ള ഷർട്ട് ഇട്ട് ഇറങ്ങിയിരിക്കുന്നത് ആളെ പറ്റിക്കാൻ. ചിടി അത് നീ തന്നെയാണ് പറഞ്ഞത് പൂവുള്ള ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രായം കുറച്ച് തോന്നുന്നു. ഞാൻ അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളൂ. നീ തന്നെയല്ലേ ഇതെന്നെ ഉപദേശിച്ച് നന്നാക്കിയത്. എനിക്ക് പറ്റിയൊന്നുമില്ല, എന്റെ സങ്കല്പത്തിലെ ആളെ അല്ല നിങ്ങൾ. എടി നീയല്ലേ എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ളത്. നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇനി എവിടെ പോയി പെണ്ണ് കിട്ടാനാണ്? ഈ പ്രായത്തിൽ ഇനി എനിക്ക് എവിടെ നിന്ന് പെണ്ണ് കിട്ടും? നീ തന്നെ പറഞ്ഞതാ. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് പറ്റിയൊന്നുമില്ല, ഞാൻ ഇല്ല, എനിക്ക് പറ്റിയ. അങ്ങനെ പറയരുത്. നീ ഇല്ലെങ്കിൽ സത്യത്തിൽ ഞാൻ ചത്തുപോകും. എന്താ ചാവ്? എടി അങ്ങനെ പറയരുത്. ഇത്രയും ഗതികെട്ടലോടിച്ച് ഞാൻ ആദ്യമായിട്ട് താമസിക്കാൻ പറഞ്ഞ ഒരു വൃത്തിയില്ല, ഒരു അടുക്കും ചിട്ടയില്ല ഒന്നിനും. ഹായ്, ഇജ്ജ് എടന്നാ? ഞാൻ തിരുവനന്തപുരം. തിരുവനന്തപുരം? ആ, ഞമ്മള് പണ്ട് തിരുവനന്തപുരത്ത് വന്നേക്കണ്. ഇജ്ജ് വരെയും കുത്തിരിക്കി. ഇജ്ജ് ഇരിക്കിപ്പാ, കുത്തിരിക്കി. എന്തിന്? ഇജ്ജ് ഡോറടക്കിപ്പാ. അതിപ്പോ എന്തിന്? കൊതുകല്ലേ, അടക്കി. ഇജ്ജ് ഡോറടക്കി. എന്താ കയ്യേ? എന്തിന്? ഇജ്ജ് ബാഗ് വെക്കണ്ടോ? ആ, ഞാൻ വെച്ചോളാം ബാഗ്. ഇജ്ജ് കുളിക്കണല്ലോ എങ്ങയ്യേ? ആ, ഞാൻ കുളിച്ചോളാം. ചൂടല്ലേ, കുളിക്കിപ്പാ. ആ, ഞാൻ കുളിച്ചോളാം. ഇത് കംപ്ലൈന്റ് ഇപ്പൊ വേറെ ചാർജർ തരാം. വലിയ കട്ടില എങ്ങയ്യേ? നമുക്ക് രണ്ടാക്കും കിടക്കാം. വേണ്ട. ജന്ത എങ്ങയ്യേ? കട്ടിലേ കിടക്കാം. വേണ്ടെന്ന്, ഞാൻ തറയെ കിടന്നോളാം. കൊള്ളാല്ലേ? എന്ത് മാല? ആ, മാല. ഇജ്ജ് ബാഗ് കുളിക്കയ്യേ, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തിന്? കിടക്കാൻ. നിങ്ങൾ കിടന്നു. ഞമ്മള് കാത്തിരിക്കും. ഇജ്ജ് വേഗം വാ. വേണ്ടതേ, നിങ്ങൾ കിടന്നു. രാവിന്റെ മോൾ ഇറങ്ങിട്ട് പറഞ്ഞ നിങ്ങൾ ആരും പറഞ്ഞില്ലേ? ഈ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു, നിങ്ങൾ മാത്രം അറിഞ്ഞില്ലേ? നമ്മളങ്ങനെ ആരുടെ മിണ്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ തന്നെ മിണ്ടാ പോച്ചുള്ള കലവടൊക്കെ നമ്മുടെ ലാലുവിന്റെ വൈഫില്ലേ, റൂമിൽ നിന്നിട്ട് വൈനെ പൊക്കി പിടിച്ച്. അതാണ് വിഷയം. അപ്പൊ ഇത് അതിപ്പോ ഒരു ടൈപ്പ് തന്നെ ആരുടെ മിണ്ടായില്ല എന്തായിരിക്കില്ല. പക്ഷെ നമ്മൾ പറയുമ്പോഴാണ് കുഴപ്പം, ചെയ്യുമ്പോൾ വിഷയം. പറയുമ്പോഴാണ് കുഴപ്പം. നിന്റെ പെണ്ണു അങ്ങനെ ആരുടെ സംസാരിക്കാറൊന്നും ഇല്ലല്ലേ? വീട്ടിൽ പോയാൽ അതേപോലെ നമ്മളെ കണ്ട ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ? അങ്ങനെയല്ല, പേടിക്കണ്ട. അങ്ങനെയല്ല, നമ്മളങ്ങനെ പറഞ്ഞല്ല, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. മിണ്ടാ പൂച്ചകളല്ല ഇങ്ങനെയാണ് പറഞ്ഞതേ ഉള്ളൂ, വേറെ വിഷയം നോക്കണ്ട. നിന്റെ ഭാര്യ അങ്ങനെ ആരുടെ മിണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലേ? ഇങ്ങനെ തന്നെ മിണ്ടാ പോച്ചുള്ള കലവടൊക്കെ. ഇങ്ങനെ തന്നെ മിണ്ടാ പോച്ചുള്ള കലവടൊക്കെ. എന്തോ കുറെ ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കും, മുഖത്തൊരു ടെൻഷൻ, വിളിച്ചു നോട്ടം. എന്ത് പറ്റി? ഒന്നുമില്ലടി, നമ്മുടെ ലാലു ഇല്ലേ, അവന്റെ വൈഫ് ഓർത്തൻ്റെ എല്ലാരും കൂടെ പിടിച്ച് അലമ്പായി മൊത്തം. അവൾക്ക് അവൻ്റെ കൂടെ പോയി. പിന്നെ മറ്റേ രായണ്ണല്ലേ, നേരെ മോള് ആരുടെത്തും മിണ്ടൂല്ല, അവളൊരു പയ്യൻ്റെ കൂടെ പോയി. അല്ല, അവർക്കും നിനക്കും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ 3 പേരും ആരുടെത്തും മിണ്ടൂല്ല, മിണ്ടാ പൂച്ചകളാണ്. അതുകൊണ്ട് ആലോചിച്ചപ്പോ പറ്റിപ്പോയി. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പോകുന്നു. അതിനെനിക്ക് ചോദിക്കാൻ പറ്റുള്ള, നീ ഇനി എന്നാ അതുപോലെ കാണിക്കണേ? ഞാൻ ശ്രമിക്കാം. ഞാൻ മനുഷ്യ കാഞ്ചന മൊയ്തീൻ്റെതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങൾ എനിക്കുള്ളതാണോ, ഞാൻ നിങ്ങൾക്കുള്ളതാണ്. കേട്ടോ? ഇങ്ങനെ തന്നെ മിണ്ടാ പോച്ചുള്ള കലവടൊക്കെ. പൊട്ടന്മാരെ വെറുതെ എന്റെ പെണ്ണിനെ സംശയിച്ച്. നമ്മളോട് വീട്ടിൽ പഠിച്ച എല്ലാവരും ഓരോ നിലയിലെത്തി, നമ്മൾ മാത്രം ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അത് ശരി തന്നെയാണ്. നമ്മളെ ജീവിതം ഇവിടെ കട്ടം കുടിച്ച് തീരുമെന്ന് തോന്നുന്നു. ഞാൻ പുറത്തോട്ട് എവിടെയെങ്കിലും പോകാൻ പോകും. ആരെ പുറത്ത്?
നീ പുറത്തുപോയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി നമ്മൾ സിവിൽ എഞ്ചിനീയറല്ലേ പഠിച്ചത്. അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാലോ. നേരത്തെ ഒരു പ്ലാൻ പോലും വരയ്ക്കാത്തവരാണ് പുറത്ത് പോയി മല മറിക്കാൻ പോകണം. പ്ലാൻ വരച്ചവള് പഠിച്ചാൽ പുറത്തോട്ട് പോകാൻ നമ്മളതിൽ ഫണ്ടുള്ളല്ലോ. ഫണ്ട് കേസ് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എനിക്ക് അർജന്റ് ഒരു 10 രൂപ വേണം. ഇവിടെ ആവശ്യം നിന്റെ ഉണ്ടോടാ? എൻ്റെ ഇപ്പൊ ഒന്നും ഇല്ലളിയാ. നിന്റെ ഉണ്ട്? ഇത് മുക്കാണടാ. ഇപ്പൊ എന്താ ഒരു വഴി? ഇപ്പൊ നമ്മളോട് പഠിച്ച മറ്റേ ശരത്തില്ലേ, അവൻ ഇപ്പൊ നല്ല നിലയിലാണല്ലോ. നിങ്ങൾ പണ്ട് ഒരുമിച്ചൊക്കെ നടന്നില്ലേ? അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്. തരുമോ ചോദിച്ചാ? ചോദിച്ചു നോക്ക്, ശ്രമിച്ചു നോക്ക്. വിളിച്ചോക്കട്ടെ അല്ലേ? വിളിച്ചു നോക്ക്. ഹലോ പറയളിയാ. ഹലോ അളയാ, എനിക്ക് ഒരു അർജന്റ് ഒരു 10,000 എനിക്ക് വേണം അർജന്റായിട്ട്. എടാ എൻ്റെ പൈസ ഇല്ലളിയാ. നീ എടാ എൻ്റെ ഇല്ലാത്തോണ്ട് ഒന്ന് വെച്ചിട്ട് പോടേ. ഞാൻ വീട്ടിലും ആകെ പ്രശ്നത്തിൽ കിടക്കണം. പൈസ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. അളയ തൽക്കാലം വൈഫിന്റെ സ്വർണ്ണാലും മതി, ചെറിയ എന്തെങ്കിലും ഒരു വളയാലും മതി. അവളെ ഇടയ്ക്ക് സ്വർണ്ണം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് ആകെ പ്രശ്നത്തിൽ കിടക്കുന്നത്. എൻ്റെ ഇല്ലാത്തോണ്ടാണ്. എങ്ങനെയെങ്കിലും ഒപ്പിച്ചാളിയാ. എടാ എനിക്കൊന്നും കേൾക്കണ്ട. ഇല്ലാത്തോണ്ടോ വെച്ചിട്ട് പോടേ. എത്ര അണ്ണാ പുള്ളി നടക്കൂല. ആദർശേ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹായ് രേഷു. എവിടെടാ? ഞാൻ വീട്ടിലുണ്ട്. എന്താടി? എടാ പിന്നെ എന്താടാ നീ എന്നോട് ഇങ്ങനെ? എന്ത് പറ്റി? എടാ എനിക്ക് ഒരു 15,000 രൂപ വേണമായിരുന്നടാ. നിനക്ക് എപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ലേ എന്നെ? നിനക്കുള്ള ആവശ്യം വരുമ്പോ എന്നെ വിളിച്ചാ മതി. എടാ എങ്ങനെയെങ്കിലും ഒന്ന് താടാ. ഞാന് പൈസ ആയിട്ട് അങ്ങനെ ഇല്ല. അവളെ ഗോൾഡ് ഇരിപ്പുണ്ട്. അത് ഫിനാൻസിൽ കൊണ്ട് വെച്ച് പണയം വെച്ചിട്ട് ബാങ്കിൽ പോയി അക്കൗണ്ടിൽ കയറ്റി ഞാൻ നിനക്ക് അയച്ചു തരാം. അപ്പൊ അതിന്റെ ഒരു സാവകാശം കിട്ടുമല്ലോ അല്ലേ? നിനക്കിപ്പം വേണോടാ? നീ ഉള്ളപ്പോ തന്നാ മതി. നീ എന്നെ സമയം കിട്ടുമ്പോ വിളിക്കണേ. ഞാൻ വിളിക്കാടാ. എടാ ആദർശേ, എനിക്കൊരു 15,000 രൂപ തരുവോടാ? എടാ ആദർശേ, എനിക്കൊരു 25,000 രൂപ തരുവോടാ? എടാ ആദർശേ, എനിക്കൊരു 50,000 രൂപ തരുവോടാ? ആളല്ലേ കളക്ഷൻ അടച്ചിട്ടില്ലായിരുന്നല്ലോ, എന്ത് പറ്റി? ചേട്ടന് ജോലിയില്ല. കഴിഞ്ഞ ആഴ്ച അടച്ചിട്ടില്ലായിരുന്നു, ഈ ആഴ്ച അടച്ചിട്ടില്ല, എന്ത് പറ്റി? കൊച്ചിന് 2-3 ദിവസം കൊണ്ട് വയ്യ, അതുകൊണ്ടാണ് താമസിച്ചത്. നമുക്കതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ലോൺ എടുത്തപ്പോൾ ഇങ്ങനത്തെ എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞാൽ ലോൺ എടുത്തത്. കറക്റ്റ് അടയ്ക്കാന്ന് പറഞ്ഞാൽ ലോൺ എടുത്തത്. നിങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മൾ പൈസ തന്നില്ലേ? അപ്പോൾ തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണം. 2 ആഴ്ച അടയ്ക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത്? സാർ, ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. വീട്ടിലാണെങ്കിൽ കഞ്ഞി പോലും വെച്ചില്ല, കൊച്ചിനാണെങ്കിൽ സുഖമില്ല, ചേട്ടന് പണിയില്ല, ഒരു നിവൃത്തിയില്ല സാർ. ഇതൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അടയ്ക്കാനുള്ള പൈസ നിങ്ങൾ അടയ്ക്കുക. ഇന്നലെ ഞാൻ ഇത്ര പ്രാവശ്യം വിളിച്ച് നോക്കും നിങ്ങൾ ഹസ്ബൻഡിനെ വിളിച്ച് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ട് ഞാൻ പറയാം. എന്തായാലും നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ. എനിക്കിങ്ങനെ വെയിലുള്ളതും പറ്റില്ല, മാറും കൂടെ ഞാൻ വീട്ടിലോട്ട് കയറാം. വീട്ടിനകത്തൊന്നും കയറാൻ പറ്റൂല, ആണുങ്ങളില്ലാത്ത വീടാണ്. ആ വീടിന്റെ തരാം, പൈസ ഒന്നുമില്ല. അപ്പൊ എനിക്ക് വീടിന്റെ അകത്തിരിക്കാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പൈസ അടയ്ക്കാം. അപ്പൊ ഞാൻ വീട്ടിനകത്ത് കയറാൻ പറ്റൂല. അത്രയാണ്. 2 ആഴ്ച നിങ്ങൾ പൈസ അടക്കില്ല. ഞാൻ എന്ത് ബാഗ് നടക്കാൻ വയ്യ. നിങ്ങൾ പൈസ അടക്കി, അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. നിങ്ങൾ ഹസ്ബൻഡിനെ വിളിച്ച് വരുത്തല്ലേ? നിങ്ങൾ എപ്പോഴും വീണ്ടും ബാഗ് അടക്കാൻ പറ്റില്ല എനിക്ക്. ശാലും തൊഴിലുകൾ ഇപ്പം കയ്യിൽ ഫോണൊക്കെ ഉണ്ടല്ലോ, വേണമെന്ന് വെച്ചാൽ പൈസയൊക്കെ ഉണ്ടാക്കാം നിങ്ങൾക്ക്. ഹലോ പറയടി ചേട്ടാ, 2 ലോണുകാർ വന്ന് നിൽക്കണേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പേടിക്കണ്ട, എന്തിനു പറയണം അമ്മാര്? എന്താടി പൈസ ആയില്ലേ? എന്തോന്നടി വല്ല നടക്കുവോ? ഞാൻ അകത്ത് കയറും കേട്ടാ. ചേട്ടാ, അവര് വീട്ടിൽ കയറി ഇരിക്കുമെന്നാണ് പറയണേ. വീടിൻ്റെ അകത്ത് ഇരിക്കുന്ന നീ വീടിൻ്റെ അകത്ത് കേട്ടൊന്നും വേണ്ട, ഞാൻ നോക്കട്ടെ, എങ്ങനെ നോക്കട്ടെ ഞാൻ. ചേട്ടാ, ആ എന്ന് പറഞ്ഞ പയ്യനാണ്. ആ പയ്യൻ എന്നെ അനാവശ്യം പറയുന്നത്, തൊലി വെളുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ അനാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ പേടിയാവുന്നു. എന്തെങ്കിലും ചെയ്തു ചേട്ടാ. ഫോൺ വിളിച്ച് തീരാറായില്ലേ? നിന്റെ മറ്റവൻ്റെ അടുത്ത് പൈസ കൊണ്ടുവരാൻ പറ. ചേട്ടാ, എങ്ങനെയെങ്കിലും പൈസ ചേട്ടാ ലോണ്. ഈ അടാടായെന്ന് പറഞ്ഞാൽ പൈസ വേണ്ടേ? നിനക്കറിയാമല്ലോ ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന്. ലോണ് നീ ആദ്യമൊന്നുമല്ലേ കാണാത്, സ്ഥിരമുള്ള തന്നെയല്ല നമുക്ക്. ഞാൻ വിളിക്കാം, അവനെ ഞാൻ സെറ്റ് ചെയ്തോളാം, സമ്മാനപ്പെടും. ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്തു ചേട്ടാ. കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കട്ടെ. ഞാനേ ആ പയ്യന്മാരെ ഞാൻ വിളിക്കാം, നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ അതാ ഒരു സ്ഥലത്തേക്ക് അത് ഇവിടുത്തെ കാര്യം എങ്ങനെയാ നോക്കട്ടെ, എന്നിട്ട് ബാക്കി വെച്ചില്ല. ഞാൻ വിളിക്കാം. எக்ஸ்கியூஸ் மீ. ஹாய் மாலு, நான் இது சொல்லி ஆகணும்.
நீ அவ்வளோ அழகு. നിനക്ക് എന്താ വയ്യേ? உன்னை போல பேரழகிய நான் இந்த உலகத்துல பார்த்ததே இல்லை. നീ എന്താ കഞ്ചാവാ? ഇന്നത്തെ കാലത്തെ ബെസ്റ്റി ഇല്ലാത്ത, ചീത്ത കൂട്ടുകെട്ടുകളില്ലാത്ത, ആണുങ്ങളുമായിട്ട് യാതൊരു കമ്പനിയും ഇല്ലാത്ത ഒരു കുലസ്ത്രീയെ കിട്ടുക എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കൊലസ്ത്രീയാ? ആര്, ഞാനാ? എടാ നീ ഉദ്ദേശിക്കുമ്പോഴത്തെ ആളല്ല ഞാൻ. അതാണല്ലോ എനിക്ക് നിന്നെ ഇത്രയധികം ഇഷ്ടം. എടാ അങ്ങനെ അല്ല. അങ്ങനെ ആണ്. എടാ കണ്ണാപ്പി, ഞാൻ പറയണമെന്ന് കേള്. നീ ഇന്നൊന്നും മണയണ്ട, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എന്താണ് നിന്നെ ഇത്രയധികം ഇഷ്ടം എന്ന് അറിയോ? ഇല്ല. നീ ഒരാണിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതെ, ഞാൻ അങ്ങനെയാണ്. അതാണ് എനിക്കിഷ്ടം. അതേടാ, ഞാൻ അങ്ങനെയാണ്. എനിക്ക് ആണുങ്ങളെ ഇഷ്ടമില്ല. ഓ യെസ്, എനിക്ക് അങ്ങനെ ഒരു പെണ്ണിനെയാണ് വേണ്ടത്. എടാ കണ്ണാപ്പി, എടാ പൊട്ട, എടാ മണ്ട, നീ ഞാൻ പറയണ കേളടാ. എനിക്ക് ആണുങ്ങളെ പണ്ട് മുതലേ ഇഷ്ടമില്ലടാ. എന്ന് വെച്ചാ ഇഷ്ടമില്ല. മനസ്സിലായില്ല. എടാ പേഴ്സണലി പറയുകയാണെങ്കിൽ നീ നല്ലൊരു വ്യക്തിയാണ്, ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു ഫിഗറാണ്. പക്ഷെ നിന്റെ സ്ഥാനത്ത് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ ഓക്കെ പറഞ്ഞേനെ. മനസ്സിലായില്ല. എടാ എനിക്ക് ആണുങ്ങളെ പണ്ട് തൊട്ടേ ഇഷ്ടമില്ലടാ, എനിക്ക് പെണ്ണുങ്ങളെയാണ് ഇഷ്ടം. ദേവിയേ, മൂഞ്ചിയല്ല. ചേട്ടാ എന്തോന്ന് ഉണ്ടാക്കിട്ട്? നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കടി. ചേട്ടന് ഇഷ്ടമുള്ള പറ, ഞാൻ ഉണ്ടാക്കി തരാം. ചോറും കറിയും ഉണ്ടാക്കും. അതെന്നും കഴിക്കണതല്ലേ. പൊറോട്ടയും ബീഫും ആയാലേ അത് വയറിന് ദഹിക്കൂല. അപ്പവും ചമ്മന്തിയും അത് എന്നും കഴിക്കണതന്നല്ലേ വീട്ടില്. പഴഞ്ഞെങ്കിലും ഉണ്ടാ. അത് ഞാൻ ആട്ടിന് കൊടുത്തു. കുഴിമന്തി ആയാലേ. എനിക്കിപ്പോ കുഴിയെടുക്കാൻ വയ്യ. ബിരിയാണി. അത് നെയ്യ് കൂടുതൽ, എനിക്ക് ഉറക്കം വരും. എനിക്ക് ഓർഡർ ചെയ്താലേ. എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ ശരിയാവില്ല. നീ പോയി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുവോ? അങ്ങനെ പറയാതെ ചേട്ടാ, ഞാൻ ഇഷ്ടമുള്ള ഉണ്ടാക്കി തരാം ചേട്ടാ. പോയി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കടി. നിന്റെ ഗൾഫിലെ ജോലിയൊക്കെ പോയല്ലേ? ഓ പോയി. ഇനി എന്താ പ്ലാൻ? ഒന്നും തീരുമാനിച്ചില്ല അച്ഛാ, ഇനി ഇവിടെ എന്തെങ്കിലും നോക്കണം. മോളെ കെട്ടാൻ നേരത്ത് PSC ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തായി? ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പം ക്യാൻസലായി. അപ്പൊ ഇനി എങ്ങനെ ചെലവൊക്കെ? തൽക്കാലം അവളിപ്പം ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ ഇനി എന്തെങ്കിലും ഒന്ന് നോക്കണം. കല്യാണത്തിന് മുമ്പ് എല്ലാണോ ഇങ്ങനെ തന്നെ, അവിടെ ജോലിയുണ്ട് ഇവിടെ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പെണ്ണ് കിട്ട്, എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ജോലിയില്ല കൂലിയില്ല, പെണ്ണിന്റെ വീട്ടുകാർ കൊടുക്കണതിന് മെച്ചങ്ങാറുമാച്ച് ജീവിക്കും. അച്ഛൻ എന്തോന്നല്ലേ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്? നിന്റെ ചെലവിലല്ലേ കഴിയണത്, അവൻ്റെ അടുത്തൊക്കെ ഇതൊക്കെ പറയാൻ പറ്റും. അച്ഛാ, അത് എന്റെ ഭർത്താവാണ്. അങ്ങേർക്ക് ജോലിയില്ലെങ്കിൽ ഞാൻ നോക്കും. അതിൽ അച്ഛൻ കയറി ഇടപെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ തന്നത് വെച്ചാൽ അവൻ ഉണ്ടാക്കണ്ട. പിന്നെ എന്തിനച്ഛാ അതൊക്കെ തരണത്? നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ച് ജീവിക്കണമെന്നൊന്നും ഞാനായിട്ട് കണ്ടിട്ടില്ല. അച്ഛൻ എങ്ങനെ അച്ഛാ ജെമിയെ പോലെ ഞെളിഞ്ഞിങ്ങനെ ഇരിക്കണത്? അമ്മയുടെ ശ്രീധരൻ പൈസയല്ലേ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയാൽ നല്ലല്ല. അവിടെ നിന്ന് കിട്ടുന്നതിലല്ല കാര്യം, അത് സൂക്ഷിക്കുന്നതിലാണ് കാര്യം. ഒന്നാമത് ജോലി ചെയ്താൽ നിൽക്കുകയാണ്, ഓരോന്നോരോന്നോ വന്ന് ചോദിക്കും, ഒരു കൊടു. ഞാൻ ഊരി കൊടുക്കും, അതെന്റെ ഭർത്താവാണ്. എന്റെ ഭർത്താവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ ഞാനല്ലേ നോക്കേണ്ടത്? അച്ഛാ, മക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവരുടെ കുടുംബ ജീവിതത്തിൽ കയറി ഇടപെടുന്നത് മാന്യമാർക്ക് ചേർന്ന പണിയല്ല. ഞാൻ ഇവിടെ വന്നും പോയി, ഞാൻ പോണം. ചേട്ടാ ബാ, നമുക്ക് പോവാം. എന്നാലും നീ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. എനിക്ക് ചേട്ടനെ പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. വേണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, വാ എനിക്കൊരു കുഴിമന്തി വാങ്ങിച്ചു. ചേട്ടാ കക്കുസിലെന്തേ ചേട്ടാ വേദനയോടെ എന്താന്ന് വെച്ചാ കൊറേ നേരം ആയല്ലോ. നീ സാധാരണ എന്താണ് ബാത്റൂമിൽ കയറി ചെയ്യാറ്, ഞാനും ചെയ്യണം. ഇങ്ങോട്ട് ഇറങ്ങി വാ മനുഷ്യ, വീട്ടിനകത്ത് കുറെ ജോലി കിടക്കും. ചേട്ടാ, എന്റെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നാ? രാവിലെ ചായ പിടിക്കാൻ പോയപ്പോ റോഡിൽ നിൽക്കുന്നുണ്ട്. ചേട്ടാ, എന്റെ ചീപ്പ് കണ്ടായിരുന്നാ? മനുഷ്യ ഇരുന്നിരുന്ന് വേറെ മൂടായിരുന്നു. ചേട്ടായി, എന്റെ റെഡ് കളർ സാരി കണ്ടാ? നിന്റെ അച്ഛൻ എടുത്തെടുത്തോണ്ട് തമ്പാനൊരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ അടിച്ചടിച്ച് കളിക്കണത് കണ്ട്. ചേട്ടോ, ഞാനേ മീഷോ എന്നൊരു സാധനം ഓർഡർ ചെയ്തിരിക്കണം. അത് വാങ്ങാൻ എനിക്കൊരു 100 രൂപ തരുമോ? ഏത് റെഡ്? ഞാൻ കണ്ടില്ല, ചേട്ടൻ വന്ന് എടുത്താ. വാ ഇറങ്ങ, ഇറങ്ങി വാ. ഇവിടെ മനസ്സമാനം തരാത്തോണ്ട് കുറച്ചേരം ഇതിനകത്ത് അറിയിക്കും. ഇവിടെ നീ മനസ്സമാനം തരില്ല. എന്താ മോളെ പരിപാടി?
കറണ്ട് ബില്ല് അടച്ചാടിയേ. സത്യം പറ, ഇതാരത്? ഇത് നിനക്ക് വേണ്ടി മേടിച്ചത്. ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാമേ. വേണ്ട, നിങ്ങൾ ഇവിടെ വന്നു കുളിക്കാം. സത്യം പറ, നിങ്ങൾ ഇവിടെ പോയിരുന്നു 2 ദിവസം? 2 ദിവസം ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു. വിളിച്ചു പറയാത്തത്? വിളിച്ചു പറയാച്ച ഫോണിൽ ചാർജ് ചെയ്യുന്നു. പിന്നെ അവിടെ വിളിക്കാന്ന് വെച്ചാൽ റേഞ്ച് ഇല്ല. പിന്നെ മീറ്റിങ്ങിന് അറിയാലോ, ഫോൺ എടുക്കാൻ പറ്റൂല. മീറ്റിങ്ങിന് പോയത് ഉള്ളത് തന്നെ? പിന്നെ മീറ്റിംഗ് തന്നെ പോയത്. ആരൊക്കെ ഉണ്ടായിരുന്നു? പോയപ്പോൾ അലക്സ് ഉണ്ടായിരുന്നു, മഹേഷ് ഉണ്ടായിരുന്നു. മഹേഷും അലക്സും ഉണ്ടായിരുന്നല്ലേ? ഞാൻ അവരെ വിളിച്ചോ? പിന്നെ എന്താ വിളിച്ചോ? ഞാൻ വിളിക്കും. വിളിച്ചോ? ശരി. ഞാനേ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. വേണ്ട, ഞാൻ പോയിട്ട് വരാം. വേണ്ട, നേരത്തെ കുളി, ഇപ്പൊ ബാത്റൂം അല്ലേ? അച്ചു പറയടാ. മഹേഷ് ഏട്ടാ, ഉണ്ണിയേട്ടൻ നിങ്ങളുടെ കൂടെ അവ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. എവിടെ? അവിടെയാ? ഉണ്ട്, ബാത്റൂമിലോട്ട് പോയിരിക്കുന്നു. ഇനി അടുത്ത ആളെ വിളിച്ചിട്ട് അതിന്റെ ആവശ്യമില്ല. കയ്യട്, അതിന്റെ ആവശ്യമില്ല. കയ്യട്. നിങ്ങൾ വിളിച്ചില്ലേ? പ്രശ്നമുണ്ടല്ലോ. ഹലോ അച്ചു, ആ പറ. ഉണ്ണിയേട്ടൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു? ഉണ്ണി ഇന്നലെ നമ്മളവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ, വന്ന് കയറിയുള്ളൂ. അവിടെ ഉണ്ട്. ഇത് കൊടുക്കണോ? എന്നാ കൊടു നോക്കട്ടെ. ഉണ്ണി, നിന്റെ വൈഫ് വിളിക്കുന്നു. പറയടി അച്ചു. 1/2 മണിക്കൂർ ഇപ്പൊ വരാം. സത്യം പറ, എവിടെ പോയത് ഇന്നലെ? ഓഫീസിൽ പോയിരുന്നു, മീറ്റിംഗ് ആയിരുന്നു. ഉണ്ട്. നിന്റെ വൈഫ് എന്നെ വിളിച്ചിരുന്നു. ഞാനാണെങ്കിൽ നീ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹേഷിനെ വിളിച്ചായിരുന്നു. ഞാൻ കുറച്ച് ബലിപ്പിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നിന്റെ സൗണ്ടിലൊന്ന് മ്യൂക്രി കാണിച്ചിട്ടുണ്ട്. കൂട്ടുകാരും കൊള്ളാം, നിങ്ങളും കൊള്ളാം. സമയം എത്രയല്ലേ? കണ്ടില്ലല്ലോ. പെണ്ണുങ്ങളല്ലേ എളിയ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ ആദ്യം വന്ന് പോസ്റ്റ് ആവണം. നീ കണ്ടിട്ടുണ്ടോ പിന്നെ? പെണ്ണാകുമ്പോ ഒരു മിന്നായം പോലെ കണ്ടായിരുന്നു. പക്ഷെ 2 നിൽക്കാനുള്ള ആളുണ്ടായിരുന്നു അവിടെ, അതുകൊണ്ടൊന്നും മിണ്ടാൻ പറ്റിയില്ല. ഇന്ന് വേണം നല്ല സംസാരിക്കാൻ. നിനക്ക് എങ്ങനെ അവളെ ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ട്? അവക്ക് നിന്നെ ഇഷ്ടപ്പെട്ട? എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? കാട്ടുവാക്കാനല്ലേ. ഞാൻ അങ്ങോട്ട് മാറിയില്ല. ഈ കാട്ടുമാക്കാനാണോ നീ കെട്ടാൻ പോ? ഞാൻ ലേറ്റ് ആയി പോയാ? ഇല്ല, കറക്റ്റ്. എന്ത് ലേറ്റായി പോയേ? ഇവ ലേറ്റ് ആയി പോയി. കഴിച്ചായിരുന്നോ? പിന്നെ നമ്മൾ വണ്ണ വഴിക്ക് വെച്ചായിരുന്നു. മഴ ഉണ്ടായിരുന്നോ ഒന്ന് വഴിക്ക്? പിന്നെ മഴ ഉണ്ടായിരുന്നു. നമ്മൾ ബസ്സിൽ വരാൻ വേണ്ടി ഇരുന്നതാണ്. പിന്നെ ഇവനെ ഒരേ നിർബന്ധം, ബൈക്കിൽ വരണം. അങ്ങനെ പിന്നെ ബൈക്കിൽ വന്നു. ഡ്രസ്സ് കൊള്ളാം കേട്ടോ. കൊള്ളാല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ മാറ്റിയെടുത്ത. എല്ലാരും പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നത്. അന്ന് കാണാൻ വന്നപ്പോ ശരിക്കൊന്നും മിണ്ടാനൊന്നും പറ്റിയില്ല. അവിടെ ഒത്തിരി തിരക്കൊക്കെ ആയിരുന്നില്ലേ. ഇന്നാണ് ഒന്ന് നേരെ സംസാരിക്കാനായിട്ട്. ഇപ്പൊ സംസാരിക്കാല്ലേ? സംസാരിക്കും. ആരാ ഇത്? ഇതെന്റെ. ഒരു സെക്കൻഡേ. ഹലോ അളിയ. അളിയാ കൂടെ നിൽക്കണില്ലേ ആ പയ്യൻ? അവനാണ് ഇവിടെ ബെസ്റ്റ്. ഇൻസ്റ്റയിൽ 24 മണിക്കൂറും പോസ്റ്റ് ഒക്കെ ഇട്ടിങ്ങനെ കണ്ടിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോ, ശ്രദ്ധിച്ചോ.
എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? എടാ നീ കഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം വരെ കൊണ്ടെത്തിക്കുമ്പോഴേ അവൾക്ക് ബെസ്റ്റിയാണ് തീരുമാനം എടുക്കണമെന്ന്. എന്നിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ അവനാണ് തീരുമാനിക്കണത്. എടാ ആ ബെസ്റ്റ് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടല്ലോ, അവനെ ഞാൻ കാലേ തൂക്കി തറയിലെടുത്ത് അടിച്ച് അവനെ വലിച്ച് കീറി വെച്ചാനെ. എൻ്റെ ബാപ്പയുടെ കടയിലുണ്ടല്ലോ, ഞാൻ ഇറച്ചി വെട്ടും പോലെ വെട്ടി കെട്ടി തൂക്കിയാനെ അവനെ. ഞാൻ കുടുംബജീവിതം തീർക്കാനായിട്ട് കുറെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നിന്നെ വിളിക്കാം, നീ വൈ. സോറി എൻ്റെ ഫ്രണ്ട് വിളിച്ചാണേ. അല്ല ഇതാരെന്നാ പറഞ്ഞ? ഇത് എൻ്റെ ഒരു അകന്ന ബന്ധു. ശരി, പിന്നെ ബാപ്പ പറഞ്ഞായിരുന്നേ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ നിൽക്കാൻ നടത്താമെന്നാണ് ബാപ്പ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് ശകലം മാറി നിങ്ങൾ പ്രൈവറ്റ് സംസാരിക്കും. കുഴപ്പമില്ല, നിന്നോളൂ. കുഴപ്പമില്ല, സന്തോഷം. കുഴപ്പമില്ല.